ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ഇടയ്ക്ക് വായിച്ച ഒരു കഥ ഇങ്ങനെയാണ്. ഒരു അപ്പനും മകനും ഒരു മലയുടെ മുകളിലേക്ക് കയറി പോവുകയാണ്. ഈ മലയിലേക്ക് കയറി പോകുന്ന സമയത്ത് അപ്പന്റെ ഷൂവിൻ്റെ അകത്ത് കുറച്ച് കല്ലുകൾ കയറുന്നുണ്ട്. അപ്പൻ അതിലെ കല്ലുകൾ ഇങ്ങനെ പെറുക്കിക്കൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മകൻ അപ്പനോട് പറയുന്നുണ്ട്, അപ്പ എൻ്റെ ഷൂവിൻ്റെ അകത്തും കല്ലുണ്ട്, പക്ഷെ അത് പെറുക്കി കളഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് സമയം പോകും, അതുകൊണ്ട് ഈ പാഴ്പണിയുടെ കാര്യമില്ല എന്ന് പറയുന്നു. അപ്പൻ തൻ്റെ ഷൂവും സോക്സും ഒക്കെ ഊരി കല്ലുകളൊക്കെ പെറുക്കി മാറ്റിയിട്ട് പതുക്കെ നടക്കുകയാണ്. കുറെ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ മകൻ ചട്ടി പോകുന്നുണ്ട്. അപ്പൻ പറയുന്നുണ്ട്, മോനെ കാലിലെ ഷൂ സൈസിലെ കല്ലുകളൊക്കെ മാറ്റി കളയുക. മകൻ പറയുന്നു, ഞാൻ പരാജയപ്പെട്ടു പോകും. വീണ്ടും അവർ യാത്ര തുടരുന്നു. ലാസ്റ്റ് ഈ ചെറുപ്പക്കാരന് നടക്കുവാൻ പോലും ആകാത്ത നിമിഷത്തിൽ അപ്പനും മകനോടെ ചേർന്ന് കല്ല് പെറുക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ചില കല്ലുകളൊക്കെ അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അത് ആദ്യമേ തന്നെ അതിനെ പുറത്താക്കുവാൻ കഴിയും. അതിനെ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. മലയാളത്തിലൊക്കെ പറയാറുള്ള ഒരു ചൊല്ലിങ്ങനെയാണല്ലോ, അടയ്ക്കായാണേൽ മടിയിൽ വെക്കാം, അടയ്ക്കാമരയാണേൽ എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ചില കല്ലുകളൊക്കെ ഉണ്ട്. അത് അവിടെ ഇരുന്നാൽ കുറെ കഴിയെ മുറിയുകയും അത് നമ്മളെ വ്രണിതരാക്കുകയും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അത് നമ്മുടെ ചിന്തകളിലെ വൈകല്യമാകാം, നമ്മുടെ കാഴ്ചപ്പാടുകളിലെ വൈകല്യമാകാം, നമ്മുടെ സ്വഭാവത്തിലെ വൈകല്യങ്ങളൊക്കെ ആകാം. അതൊരു തിരിച്ചറിവാകട്ടെ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്, ആദ്യം നിന്റെ കണ്ണിലെ കോലെടുത്ത് കളയുക. നന്മ നിറഞ്ഞൊരു ജീവിതം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.